നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റിലേഷനെ പറ്റിയാണ്. ഡിസ്റ്റിലേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു സൊല്യൂഷനിൽ സോൾവെൻറ്റും സൊല്യൂട്ടും ഉണ്ടാകുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഒരു സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സീ വാട്ടറിൽ നിന്ന് നമുക്ക് വാട്ടർ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിക്വിഡ്സോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സീ വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിക്സ്ചറോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ലിക്വിഡ്സോ എടുക്കാം. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പം ഇവിടെ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ ഒരു വേപ്പർ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ സിമ്പിൾ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവോപ്പറേഷനാണ്. ഇവോപ്പറേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ നമ്മളിവിടെ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ലിക്വിഡിന് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള മോളിക്യൂൾസ് ഇതുപോലെ എന്ത് ചെയ്യും, ഇതുപോലെ ഇങ്ങനെ ഇതായിട്ടുണ്ടാവും. അതായത് മൂവ്മെൻറ്റ് ഉണ്ടാവും, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. ലിക്വിഡ്സിൻ്റെ മോളിക്യൂൾസ് എന്താ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൊല്യൂഷനിൽ സോൾവെൻറ്റും ഉണ്ടാവും, സൊല്യൂട്ടും ഉണ്ട്. നമ്മൾ സൊല്യൂട്ടിൻ്റെ മോളിക്യൂൾസ് എടുക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് നമ്മൾ സൊല്യൂട്ടിൻ്റെ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ വേപ്പർ മേലോട്ടേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു തെർമോമീറ്റർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഭാഗമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഈ കണ്ടൻസർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂള് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, വാട്ടറായിട്ട് കിട്ടും. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഇന്നും ഉണ്ട്, ഒരു വാട്ടർ ഔട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആ വെള്ളം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ പോവുക ചെയ്യുക. ഇതുമായിട്ട് കലരുകയൊന്നുമില്ല. അതായത് ഈ ഇവിടെ നിന്ന് പോകുന്ന ഇത് തിളക്കുമ്പം പോകുമ്പോൾ ഈ ഒരു വേപ്പർ എന്താ കലരുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ട്യൂബിലൂടെ പോകുന്ന സമയത്ത് ഈ കണ്ടൻസറിന് നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട്, അതായത് ഈ വേപ്പറിനെ കൂൾ ചെയ്തിട്ടാണ് നമുക്ക് ലിക്വിഡ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതായത് ഇതിൻ്റെ ജസ്റ്റ് ഒരു സെറ്റപ്പാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതെന്താണ്, ഒരു ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് ആണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ എന്ന് പറയാം. ഇതൊരു എന്താണ്, ഒരു ബേണറാണ്. ഈ ബേണർ വെച്ചിട്ട് നമ്മൾ ഈ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിൽ നമ്മൾ എന്താണ്, സീ വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ സീ വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മളൊരു ലിക്വിഡിനെ നമ്മൾ സാധാരണ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വേപ്പർ ഉണ്ടാവുമല്ലോ. ആ വേപ്പർ ഈ ഒരു കണ്ടൻസറിലൂടെ പോകും. കണ്ടൻസറിലൂടെ പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു വാട്ടർ ഈ ഒരു ഭാഗത്തൂടെ ഔട്ട് ചെയ്തും പോകുന്നുണ്ട്. അപ്പോൾ ഈ വേപ്പറിനെ കൂൾ ചെയ്യുന്ന, അതായത് കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പറിനെ കൂൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്താണ്, ഇതൊരു പ്യുവർ വാട്ടറിലാണ്, അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണെന്ന് നമുക്ക് പറയാം. ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് സീ വാട്ടറിൽ നിന്ന് വാട്ടറിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. ഡിസ്റ്റിലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീ വാട്ടറിൽ നിന്ന് വാട്ടർ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് വേറെ ലിക്വിഡ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് വളരെയേറെ ഡിഫറൻസ് ഉള്ള ലിക്വിഡ്സാണ് നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇപ്പം ഹയർ ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത ചെറിയ നേരിയ തോതിലുള്ള ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് ഉള്ള ലിക്വിഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തത് എന്നുള്ളത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവും. അതൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ എന്താണ്, സീ വാട്ടറിൻ്റെ മിക്സ്ചറിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് വേപ്പറായി മാറുന്നു. അപ്പോൾ ഒരു എന്താണ്, ഹോട്ട്
എയർ ഇതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇതിനെ കോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻസർ ഉണ്ട്. ആ കണ്ടൻസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ വേപ്പറിനെ നമ്മൾ കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേപ്പറിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. ആ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് നോക്കാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷനിൽ നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് ഹയർ ഡിഫറൻസ് ഉള്ള ലിക്വിഡ്സ് അഥവാ അല്ലെങ്കിൽ മിക്സ്ചേഴ്സിനെ ആയിരുന്നു നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് വളരെ കുറവ് ഉള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അസറ്റോണും ബെൻസീനുമാണ്. അതായത് അസറ്റോൺ അടങ്ങിയ മിക്സ്ചറും ബെൻസീൻ അടങ്ങിയ മിക്സ്ചറുമാണ് ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവയുടെ ബോയിലിംഗ് പോയിൻ്റാണ് അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 329 K ആണ്, ബെൻസീൻ്റെത് 353 K ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഇവരെ രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിൻ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 24 K എന്ന് പറയുന്നത്. ഇത് കെൽവിനിലാണ് ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ സെൽഷ്യസിൽ പറയുന്ന സമയത്ത് അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 56 ഡിഗ്രി സെൽഷ്യസും ബെൻസീൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ അസറ്റോണും ബെൻസീനും അടങ്ങിയ മിക്സ്ചേഴ്സിന് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ സെറ്റപ്പാണ്. ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പറയുക ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് ഓർ കണ്ടെയ്നർ. ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് അല്ലെങ്കിൽ കണ്ടെയ്നർ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്നാണ് പറയുക. ഇത് ഗ്ലാസ് ബീഡ്സ് അല്ലെങ്കിൽ മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ കണ്ടൻസർ എന്ന് പറയുന്നത്. ഈ കണ്ടൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന മിക്സ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അസറ്റോൺ അടങ്ങിയ മിക്സ്ചറും ബെൻസീൻ അടങ്ങിയ മിക്സ്ചറുമാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ നമ്മൾ അസറ്റോൺ ബെൻസീൻ്റെയും ഈ മിക്സ്ചർ ഇവിടെ കൊടുക്കുകയും നമ്മൾ ഈ ബേണർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് വേപ്പർ ഈ ഗ്ലാസ് ബീഡ്സിലേക്ക് പോകും, അതായത് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലേക്ക് പോകും. അപ്പോൾ ഈ അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 56 ആണ്. അപ്പോൾ ഈ 56 ബോയിലിംഗ് പോയിൻ്റ് ആകുന്നത് വരെ ഈ ബേണർ എന്ത് ചെയ്യും, ഹീറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും ഈ ഒരു ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിലേക്ക്. അപ്പോൾ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിലേക്ക് ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്താണ് വേപ്പർ ഫോം ചെയ്യും. സാധാരണ രീതിയിൽ നമ്മളൊരു ചായ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് എന്താണ് വേപ്പേഴ്സ് മേലോട്ടേക്ക് പോകുന്ന കാണില്ലേ, അതുപോലെ തന്നെ ഇവിടെയും എന്താണ് വേപ്പേഴ്സ് മേലോട്ടേക്ക് പോകും. മേലോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇവോപ്രേഷൻ ആൻഡ് വാപ്പറൈസേഷൻ ആണ് നടക്കുക. അതായത് ഇവോപ്രേഷൻ എന്ന് പറഞ്ഞാൽ വാപ്പറൈസേഷൻ്റെ ഒരു പാർട്ട്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇവോപ്രേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടൻസേഷൻ. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ അടിഭാഗത്ത് എന്തായിരിക്കും ഹോട്ടും മേൽഭാഗത്ത് കോൾഡും ആയിരിക്കും ഉണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ വാട്ടർ ഡ്രോപ്സ് അതായത് വാപ്പേഴ്സ് ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലേക്ക് പോകും. അപ്പോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ഈ ഒരു ഗ്ലാസ് ബീഡ്സിൻ്റെ ഫീച്ചർ കൊണ്ട്
ഇതിലേക്ക് തട്ടിയിട്ട് എന്താ ഇത് താഴോട്ടേക്ക് വീഴും. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇപ്പോൾ പുട്ടൊക്കെ നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾ അരിപ്പയിൽ വെള്ളം തട്ടിയിട്ട് താഴെ ഭാഗത്തേക്ക് പോകുന്നതാണല്ലോ. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഈ ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലും എന്താണ് ചെറിയ ഇതിലുള്ള ഒരു അരിപ്പ പോലത്തെ ഒരു ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പം ഈ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഈ വാപ്പേഴ്സ് ഈ ഗ്ലാസ് ബീഡ്സിലേക്ക് പോകും. ഗ്ലാസ് ബീഡ്സിലേക്ക് തട്ടിയിട്ട് എന്താണ് ഈ വെള്ളം താഴോട്ടേക്ക്, അതായത് ഈ വാപ്പർ ഇവിടെ നിന്ന് തണുത്തതിന് ശേഷം എന്താണ് ലിക്വിഡായിട്ട് താഴോട്ട്, അതായത് വാട്ടർ ഡ്രോപ്പായിട്ട്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്ടർ ഡ്രോപ്പ് ആയിട്ട് താഴോട്ടേക്ക് വരും. അപ്പോൾ താഴോട്ടേക്ക് വരും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഹീറ്റ് ഈ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എത്തിക്കഴിഞ്ഞാൽ തെർമോമീറ്ററിൽ നമുക്ക് കാണാൻ പറ്റും 56 ഡിഗ്രി സെൽഷ്യസ് കാണാം. ആ ഒരു ടൈമിൽ ഈ വാപ്പർ കണ്ടൻസറിലെത്തും. ഈ കണ്ടൻസറിൽ നമ്മൾ എന്താണ് ഇവിടെ വാട്ടർ ഇന്നുണ്ട് വാട്ടർ ഔട്ടും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ആ വാപ്പറിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റോൺ കിട്ടും. ഇങ്ങനെ നമുക്ക് രണ്ട് അതായത് നമുക്ക് അസറ്റോണിൻ്റെ ബെൻസീൻ്റെ ലിക്വിഡ്, അതായത് മിക്സ്ചേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് അസറ്റോൺ അടങ്ങിയ മിക്സ്ചറും ബെൻസീൻ അടങ്ങിയ മിക്സ്ചറും നമുക്ക് ഈ ഫ്രാക്ഷനേറ്റിംഗ് ഡിസ്റ്റലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, നമ്മളിപ്പോൾ ചായ തിളപ്പിക്കുന്ന സമയത്ത് നമ്മളെ മൂടീൻ്റെ മേലെ നിങ്ങൾക്ക് ഇതുപോലെ വാപ്പേഴ്സ് വന്ന് നിൽക്കുന്നതാണ്. അതായത് നമ്മൾ ചൂട് തട്ടിയിട്ട് നമുക്ക് വെള്ളമായിട്ട് പറയാം, തുള്ളി വെള്ളമായിട്ട് കാണാറില്ല, ആ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ചായ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നീരാവി തട്ടിയിട്ട് വാട്ടർ ഡ്രോപ്സ് നമ്മൾ ചായയിലേക്ക് വീഴുന്നതാണ്. അപ്പോൾ കുറേ തിളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഹീറ്റ് മേലോട്ടേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നില്ല. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റലേഷനിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റലേഷൻ സിമ്പിൾ ഡിസ്റ്റലേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട് എന്നുള്ളതാണ്. വേറൊരു ഡിഫറൻസും ഇത് തമ്മിലില്ല. പിന്നെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഹയർ ബോയിലിംഗ് ഡിഫറൻസ് ഉള്ളതാണ് നമ്മൾ സിമ്പിൾ ഡിസ്റ്റലേഷനിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് സ്മോൾ ഡിഫറൻസ് ഉള്ളതാണ് നമ്മൾ ഫ്രാക്ഷനേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്, അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോവർ ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് ഉള്ള മിക്സ്ചേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റലേഷൻ്റെ ഡീറ്റെയിൽഡ് നോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന്, അതായത് മിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കലരുന്ന ലിക്വിഡ്സിന് നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സിമ്പിൾ ഡിസ്റ്റലേഷനെക്കാട്ടും മോർ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റലേഷനിൽ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡിസ്റ്റലേഷൻ ഫ്ലാസ്കിൻ്റെയും കണ്ടൻസറിൻ്റെയും ഇടയിൽ. അപ്പോൾ അതുപോലെ തന്നെ അപ്പർ പോർഷൻ എന്ന് പറയുന്നത് കണ്ടൻസറിന് ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അപ്പം നമ്മൾ ഈ ഡിസ്റ്റലേഷൻ കോളം കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂളർ ആയിരിക്കും. കണ്ടൻസർ എന്ന് പറയുന്നത് എന്താണ്, കൂളർ ദാൻ ദ ലോവർ പോർഷൻ ആൻഡ് ഓൺലി ഗ്യാസസ് വിത്ത് ദ സെയിം ടെമ്പറേച്ചർ ഹാസ് ദ അപ്പർ പോർഷൻ അലൗഡ് ടു പാസ് ടു ദ കണ്ടൻസർ. അതായത് നമ്മൾ ഈ കൂളായിട്ടുള്ള ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വാപ്പേഴ്സ് സഞ്ചരിച്ചിട്ട് നമ്മൾ ഈ കൂളായിട്ടുള്ള ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ടൻസറിലേക്ക് പോകും. അപ്പോൾ കണ്ടൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് കണ്ടൻസ് ചെയ്യും, എന്നിട്ട് തിരിച്ച്
ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിലേക്ക് വീഴും. പിന്നെയും നമ്മൾ ഗ്യാസ് ഹീറ്റ് ചെയ്യും. അവസാനം എന്ത് ചെയ്യും, ഈ ലിക്വിഡ് ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ആദ്യം എന്ത് ചെയ്യും, ഡിസ്റ്റൽഡ് ഔട്ട് ആയും, എന്നിട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൂട്ടിക്കലരാത്ത രണ്ട് ലിക്വിഡ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് ആണ് മോർ എഫക്റ്റീവ് സിമ്പിൾ ഡിസ്റ്റിലേഷനെ അപേക്ഷിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും സിമ്പിൾ ഡിസ്റ്റിലേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം എക്സ്ട്രാ ആയിട്ട് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലുണ്ട്. അപ്പർ പോർഷൻ, അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ഒരു കൂളർ പോർഷനാണ് മേലെ ഭാഗം. അതായത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തു നിന്ന് വേപ്പർ കണ്ടൻസറിലേക്ക് പോകും. ആ കണ്ടൻസർ എന്ന് പറയുന്നത്, കണ്ടൻസറിലൂടെ ലിക്വിഡ് വേപ്പർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡായിട്ട് മാറുകയും, അതായത് നമ്മളെ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റുള്ള ലിക്വിഡ് ഫസ്റ്റ് നമുക്ക് ഡിസ്റ്റൽഡ് ഔട്ടായിട്ട് കിട്ടും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. പിന്നെ ഈ കണ്ടൻസറിൻ്റെ യൂസേജ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ ക്രൂഡ് ഓയിൽ എന്ന ഡിഫറെൻറ്റ് ഫോമിലേക്ക് അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസാക്കി മാറ്റുന്നത്. അതായത് നമ്മൾ ഡീസൽ, കെറോസിൻ, നാഫ്ത, പെട്രോൾ, ഗ്യാസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് മിക്സ്ചേഴ്സാക്കി മാറ്റുന്ന പ്രോസസ്സാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം, നമ്മൾ മിക്സ്ചേഴ്സിനെ അല്ലെങ്കിൽ കോമ്പോണൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ്ചറിനെ ബോയിലിംഗ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ബോയിലിംഗ് പോയിൻറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നോക്കുക, ഇപ്പം നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഫോം ഓഫ്, അതായത് ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് ഫോമിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതായത് ഫ്യൂവല്, ഡീസൽ ഓയിൽ, കെറോസിന്, അങ്ങനെ ഓരോന്നും കിട്ടും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ക്രൂഡ് ഓയിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ആൽക്കഹോളിക് ഡ്രിങ്ക്സിലൊക്കെ, പിന്നെ കെമിക്കൽ ലാബിൽ സെപ്പറേഷൻ ചെയ്യാൻ, പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാൻ, ഇതൊക്കെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂട്ടിക്കലരുന്ന, അതായത് മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്മിസിബിളായ, അതായത് കൂട്ടിക്കലരാത്ത മിക്സ്ചേഴ്സ് എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കെറോസിനും വാട്ടറും സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക, ഇതുപോലത്തെ ഒരു എക്യുപ്മെൻ്റ് എടുക്കുക. അതായത് നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണിത്. ഇപ്പം നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ +2 ഇതുപോലത്തെ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിപ്പറ്റ്, ബ്യൂററ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള ബ്യൂററ്റ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു നോബ് ഉണ്ടാവും. ഈ നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്ടറും കെറോസിനും കൂട്ടിക്കലരില്ല, അതായത് അത് ഇൻവിസിബിളാണ്. അപ്പോൾ ഈ ഒരു നോബ് നമ്മൾ സ്ലോലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഒരു പാർട്ടിലുള്ളത് താഴോട്ടേക്ക് വരും. ഈ ഒരു പ്രോസസ്സാണ്. അതായത് ഇവിടെ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡെൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെപ്പറേഷൻ ചെയ്യുന്നത്.
ചേഞ്ചിങ് ടു സോളിഡ് ടു ഗ്യാസ് ഡയറക്റ്റ്ലി. അതായത് നമ്മളിപ്പോൾ സോളിഡ്സ് നേരിട്ട് ഗ്യാസ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സബ്മിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും നമ്മൾ നാഫ്തലീനില്ല. ഈ നാഫ്തലീന് നമുക്ക് എന്താ ഡയറക്റ്റായിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അത് ഗ്യാസസ് ഫോമിൽ, അതായത് ഇത് ആദ്യം സോളിഡ് ഫോമിലാണ് ഉണ്ടാകുക, അത് ഗ്യാസസ് ഫോമിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്മിലേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷന് നമുക്ക് വേറെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക, നമ്മളിപ്പം അമോണിയം ക്ലോറൈഡും സാൻഡും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അത് എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു മിക്സ്ചറിന് ഇതുപോലത്തെ ഒരു ഇതിൽ വെക്കുക. അപ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇൻവേർട്ടഡ് ഫണൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്, അമോണിയം ക്ലോറൈഡും സാൻഡിൻ്റെയും മിക്സ്ചർ നമ്മൾ ഈ ഒരു ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫണൽ വെച്ചിട്ട് നമ്മൾ ഇതാക്കുക. അപ്പോൾ ഈ ഫണലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കോട്ടൺ വെച്ച് അടക്കണം. അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, അമോണിയം വാപ്പറൈസ് ആയിട്ട് ഈ ഒരു ഫണലിൻ്റെ ഭാഗത്തേക്ക് പറ്റിപ്പിടിക്കും. അപ്പോൾ പറ്റിപ്പിടിക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും അമോണിയം ഇവിടെ പറ്റിപ്പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫണലെടുത്തതിൻ്റെ ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും വെച്ച് നമ്മൾ ഒരു പ്രസ്സിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അമോണിയ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലാണ് നമ്മൾ സബ്ലിമേഷൻ ചെയ്യുന്നത്. അതായത് ഇവിടെ എന്താണ്, മിക്സ്ചർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സോളിഡ് ചെയ്തിട്ട് അത് ഗ്യാസായിട്ട് മാറുക ചെയ്യുക. അതായത് നമ്മുടെ ഈ ഇൻവേർട്ടഡ് ഫണലിലേക്ക് അത് പോകും. അതായത് ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ അമോണിയം ക്ലോറൈഡിൻ്റെ ഗ്യാസ് ഫോമിലാണ് ഉണ്ടാവും. അതായത് ഇവിടെ നമ്മൾ ഇതിൻ്റെ വാപ്പർ തട്ടുന്ന സമയത്താണ് ഇത് പിന്നെയും സോളിഡായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. This method can be used to separate the component which have property of sublimation from the mixture. This method can be used for separating components of mixture of ammonium chloride and sand. സെൻട്രിഫ്യൂഗേഷൻ. എന്താണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മിക്സ്ചറിലുള്ള കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്തിൻ്റെ ബേസിൽ? മാസിൻ്റെ, അതായത് പാർട്ടിക്കിൾസിൻ്റെ മാസിൻ്റെ ഡിഫറൻസിനനുസരിച്ച് നമ്മൾ മിക്സ്ചറിൽ നിന്ന് കോമ്പോണൻസിന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ ലബോറട്ടറിയിലൊക്കെ ബ്ലഡ് സാമ്പിൾസിൽ നിന്ന് നമ്മൾ ഓരോ സെൽസിന് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു വോൾ ബ്ലഡ്, അതായത് നമ്മളെ ബ്ലഡിൽ നിന്ന് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ വഴി എന്താണ് ബ്ലഡിൻ്റെ ഘടകങ്ങളാക്കി മാറ്റുന്നതാണ്, അതായത് കോമ്പോണൻസ് ആക്കി മാറ്റുന്നു. അപ്പം ബ്ലഡിൽ നമുക്ക് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ. ഇതെങ്ങനെയാണ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് ഒഴിക്കും. ബ്ലഡ് ഒഴിച്ച് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ നമ്മൾ ബ്ലഡ് സാമ്പിൾസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ സെൻട്രിഫ്യൂഗ് കറങ്ങും. അപ്പോൾ കറങ്ങുന്ന സമയത്ത് ഈ സെല്ല് എന്താണ്, അതായത് ഈ ബ്ലഡിലെ കോമ്പോണൻസ് ഒക്കെ വേർതിരിച്ച് വരും. അപ്പോൾ ഈ വേർതിരിച്ച് വരുമ്പോൾ നമ്മൾ യു വി റേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് റീഗെയിൻ ചെയ്ത് കിട്ടും. അതായത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സെൻട്രിഫ്യൂഗേഷന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. നമ്മളെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കാൻ പറ്റുന്നില്ല. അത് ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിപ്പം തൈരിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത്, അതായത് തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നതൊക്കെ ഈ ഒരു പ്രോസസ്സാണ്. അപ്പോൾ
ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസോലുബിൾ പാർട്ടിക്കിൾ ഇൻ ദ ലിക്വിഡ് മിക്സ്ചർ. അതായത് ലിക്വിഡ് മിക്സ്ചറിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മാസ് ഡിഫറൻസിന് യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ക്രോമാറ്റോഗ്രഫി ബയോളജിയിലും കെമിസ്ട്രിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ മിക്സ്ചർ അല്ലെങ്കിൽ സൊല്യൂഷനിലുള്ള ഡിഫറെൻറ്റ് കോമ്പോണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതിലുള്ള കോമ്പോണൻസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ക്രോമാറ്റോഗ്രഫി എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രോമാറ്റോഗ്രഫി എന്ന് വെച്ചാൽ ക്രോമ എന്ന് വെച്ചാൽ കളർ എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ആദ്യമൊക്കെ നമ്മൾ കളേർഡ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തത്. മോഡിഫിക്കേഷൻ വരികയും ക്രോമാറ്റോഗ്രഫിയിൽ ഡിഫറെൻറ്റ് ടൈപ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസുമുള്ള ക്രോമാറ്റോഗ്രഫി ടെക്നിക്സുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്രോമാറ്റോഗ്രഫി ടെക്നിക്സാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ കോളം ക്രോമാറ്റോഗ്രഫിയും. ഈ 2 ടൈപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത് പേപ്പർ ക്രോമാറ്റോഗ്രഫിയാണ്. ക്രോമാറ്റോഗ്രഫിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഈസ് ദ ടെക്നിക് ടു സെപ്പറേറ്റ് 2 or more സൊല്യൂട്ട് ഇൻ വിച്ച് ദേ ആർ പ്രസൻറ്റ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ പ്രസൻ്റായ 2-ലധികം സൊല്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മൾ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ഈ ടെക്നിക്കിലൂടെ നമുക്ക് സൊല്യൂഷനിൽ സൊല്യൂട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ക്രോമാറ്റോഗ്രഫി ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മിക്സ്ചറിലുള്ള കോമ്പോണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ എടുത്തൊരു ബ്ലാക്ക് ഇങ്ക് ഉണ്ടെന്ന് വെച്ചാൽ ആ ബ്ലാക്ക് ഇങ്കിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രഗ് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ യൂറിനിലും ബ്ലഡിലുമൊക്കെ ഡ്രഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കുക, സ്മോക്കിംഗ് ചെയ്ത ഒരാളുടെ ശരീരത്തിൽ നമുക്ക് നിക്കോട്ടിൻ്റെ അളവ് എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്രോമാറ്റോഗ്രഫീൻ്റെ 2 സ്റ്റേജസ് ആണുള്ളത്, മൊബൈൽ ഫേസും അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസും. എന്താണ് ഈ സ്റ്റേഷനറി എന്ന് പറഞ്ഞത്? മൂവ് ചെയ്യാത്ത ഫേസിനെയാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയാം. മൊബൈൽ ഫേസസ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആയിട്ടുള്ള ഫേസ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? പേപ്പർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫേസും അതുപോലെ തന്നെ റണ്ണിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറുമാണ്. ഇപ്പം നമ്മൾ ഒരു ബീക്കർ എടുക്കുക, ആ ബീക്കറിൽ കുറച്ച് വാട്ടർ എടുക്കുക, ഒരു ഫിൽറ്റർ പേപ്പർ അതായത് അല്ലെങ്കിൽ ക്രോമാറ്റോഗ്രഫി പേപ്പറിൽ നമ്മളൊരു ഇങ്ക് വെക്കുക, കൊണ്ട് ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ വാട്ടർ ലെവലിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുക, ഈ ഫിൽറ്റർ പേപ്പർ വെക്കുക. അപ്പോൾ ഈ ഫിൽറ്റർ പേപ്പർ വെക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക? അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ്. ഈ ബ്ലാക്ക് ഇങ്കിൽ ഏതൊക്കെ ഡൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ഈ പേപ്പർ ഡിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡോട്ട്, അതായത് ഈ ഇങ്ക്, ഈ ബ്ലാക്ക് ഇങ്ക് കൊണ്ടുള്ള ഈ ഡോട്ട് ഈ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യാൻ പാടില്ല, പേപ്പർ മാത്രമേ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക? വാട്ടർ ഈ പേപ്പറിലേക്ക് പോകും, അതായത് വാട്ടർ റേസിങ് ഉണ്ടാവും. എന്തുകൊണ്ട്? കാപ്പിലാരിറ്റി ആക്ഷൻ കൊണ്ട്. അപ്പം വാട്ടറിൽ മുകളിലേക്ക് പോകും ഈ കാപ്പിലാരിറ്റി ആക്ഷനിലൂടെ. ഈ വാട്ടർ മൂവ് ചെയ്യുന്നത് ഈ പേപ്പറിലൂടെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ വാട്ടർ എന്ന് പറയുന്നത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു എക്സാമ്പിളിൽ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? സോൾവെൻ്റ് ആണ്. അപ്പോൾ ഈ പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക്
വാട്ടർ റേസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്കിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വാട്ടർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ബ്ലാക്കിലുള്ള വേറെ കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ക് സെപ്പറേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഏതൊക്കെ കളേഴ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് മോളിക്കുലാർ വെയ്റ്റിനനുസരിച്ചിട്ട്. ഇപ്പം മോളിക്കുലാർ വെയ്റ്റ് കൂടിയത് പേപ്പറിൻ്റെ അടിഭാഗത്തും മോളിക്കുലാർ വെയ്റ്റ് കൂടിയത് പേപ്പറിൻ്റെ മേൽഭാഗത്തേക്കാണ് പോവുക. അതായത് ഇപ്പോൾ പേപ്പറിൽ ഇതൊരു ക്രോമാറ്റോഗ്രാഫി പേപ്പറാണ്, അതായത് ഫിൽറ്ററാണ്. ഈ ഒരുപാട് പോർസൊക്കെ ഉണ്ട്. ഈ പോർസൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, ഈ പോർസ് കുറവുള്ളത് വേഗത്തിൽ, അതായത് പോർസ് ഇതുള്ളത് എന്താ വേഗത്തിൽ മേലോട്ടേക്ക് പോകില്ലേ, ആ ഒരു ഇത്. ഇപ്പോൾ ഇവിടെ ഈ പേപ്പറും ഈ വാട്ടറും തമ്മിൽ ഒരു അട്രാക്ഷൻ ഇല്ലേ. അപ്പോൾ ആ ഒരു അട്രാക്ഷനെ നമ്മൾ എന്താണ് പറയുക, അഡ്സോർബൻ്റ് എന്ന് പറയും. എന്താണ് ഈ അഡ്സോർബൻ്റ് എന്ന് പറയുന്നത്? അഡ്സോർബൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേപ്പറും ഇങ്കും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ അഡ്സോർബൻ്റ് എന്ന്. അബ്സോർപ്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് ഇപ്പം നമ്മളൊരു ഡസ്റ്റർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ഡസ്റ്റർ വെള്ളം കുടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് വാട്ടർ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, അഡ്സോർപ്ഷനാണ് നടക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് അഡ്സോർപ്ഷന് വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. നമ്മളെ ചോക്ക് നമ്മളെ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നില്ല, അതെന്താണ്, അഡ്സോർപ്ഷനാണ്. അപ്പം ഈ ഒരു ക്രോമാറ്റോഗ്രാഫി എന്ന് വെച്ചാൽ ഇപ്പം കോമ്പോണൻറ്റിൻ്റെ വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ കോമ്പോണൻറ്റിൻ്റെ വെയ്റ്റ് കൂടുതലാണെങ്കിൽ പേപ്പറിൻ്റെ അടിഭാഗത്തായിരിക്കും ആ ഒരു ഇതുണ്ടാവുക. ഇപ്പം കോമ്പോണൻറ്റിൻ്റെ വെയ്റ്റ് കുറവാണെങ്കിൽ അത് വേഗം എന്താണ്, വാട്ടർ കയറി മേലോട്ടേക്ക് പോകും. അപ്പോൾ അതായത് വേഗത്തിൽ ട്രാൻസ്ഫർ ആയി പോകും. ഇതാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫീൻ്റെ സ്റ്റോറി. അപ്പോൾ ഈ ഒരു പേപ്പർ ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ്ചേഴ്സിലുള്ള കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡിറ്റക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ബ്ലഡിലൊക്കെ പോയിസൺ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. പേപ്പർ ക്രോമാറ്റോഗ്രാഫീൻ്റെ നോട്ട്സാണ് ഞാനിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ നോട്ട്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പേപ്പർ ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സ്ചറിലുള്ള കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് യൂസ് ടു സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് സൊല്യൂട്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലിക്വിഡ്സ്. അതായത് സൊല്യൂട്ടിൽ അല്ലെങ്കിൽ മിക്സ്ചറിലുള്ള കോമ്പോണൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിന് ഒരു അബ്സോർബൻറ്റ് മീഡിയം ആവശ്യമാണ്. പേപ്പർ അല്ലെങ്കിൽ ജെല്ലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. അതായത് ഈ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. പേപ്പർ ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, അതുപോലെ തന്നെ കോളം ക്രോമാറ്റോഗ്രാഫി ഉണ്ട്. നമ്മൾ പേപ്പർ ക്രോമാറ്റോഗ്രാഫിയിൽ നമ്മൾ അബ്സോർബൻറ്റ് മീഡിയം ആയിട്ട് എടുക്കുന്നത് എന്താണ്, പേപ്പറും. കോളം ക്രോമാറ്റോഗ്രാഫിയിൽ നമ്മൾ ജെല്ലുമാണ് എടുക്കുന്നത്. ആൻഡ് എ സോൾവെൻറ്റ് വിച്ച് ക്യാൻ മൂവ് ഓവർ എ മെറ്റീരിയൽ. അതായത് നമ്മൾ ഈ ഒരു പേപ്പർ ക്രോമാറ്റോഗ്രാഫിക്ക് ഒരു സോൾവെൻ്റ് ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയലിൻ്റെ മേലൂടെ പോകാൻ ഒരു സോൾവെൻ്റ് ആവശ്യമാണ്. അതായത് നമ്മൾ ഇങ്കിലുള്ള കളേഴ്സൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. In particular, to carry out paper chromatography, get a rectangular piece of filter paper. അതായത് നമ്മൾ ഈ പേപ്പർ ക്രോമാറ്റോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിൾ പീസിലുള്ള അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ പേപ്പർ എടുക്കുക. എന്നിട്ട് 2 സെൻറ്റിമീറ്റർ ലൈൻ, ഒരു പെൻസിൽ ലൈന് വരയ്ക്കുക. അതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പെന്ന് യൂസ് ചെയ്യരുത്. നമ്മൾ ലൈന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെന്ന് യൂസ് ചെയ്തിട്ട് റെഫറൻസ് ലൈന് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെരിമെൻറ്റ് ആക്യുറേറ്റ് കിട്ടില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്രോമാറ്റോഗ്രാഫി ഞാനൊരു എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ആ ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള നോട്ട്സ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത്
നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫിൽറ്റർ പേപ്പർ എടുക്കുക. ആ ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, 2 സെൻറ്റിമീറ്ററിൽ ഒരു പെൻസിൽ ലൈൻ വരയ്ക്കുക. അതിന് ശേഷം ഒരു സാമ്പിൾഡ് ഇങ്ക് എടുക്കുക. അതെന്തായിരിക്കണം, റെഡ് ബ്ലൂ ഗ്രീനിൻ്റെ മിക്സ്ചർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് ഇങ്ക് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റൊക്കെ സിമിലർ ആണോ എന്നൊക്കെ, അതായത് സ്പ്രെഡ് ചെയ്യുന്ന ഹൈറ്റൊക്കെ സിമിലർ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സാമ്പിൾഡ് ഇങ്ക് ആ ഒരു ലൈനിൻ്റെ മുകളിൽ ഡോട്ടിടുക, സാമ്പിൾഡ് ഇങ്കിൻ്റെ. അതുപോലെ തന്നെ റെഡ് ബ്ലൂ ഗ്രീന് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, നിങ്ങൾ എഥനോളോ അല്ലെങ്കിൽ വാട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒന്നെടുക്കുക, അതായത് ഒരു സോൾവെൻ്റ് എടുക്കുക. അപ്പം അടുത്തതായിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ക് സ്പ്രെഡായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ സാമ്പിൾഡ് ഇങ്ക്, അതായത് സാമ്പിൾ ഇങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഇങ്ക്സ് ഏതൊക്കെയാണ്, റെഡ് ബ്ലൂ ഗ്രീനാണ്. അപ്പോൾ ആ ഒരു സാമ്പിൾഡ് ഇങ്കിലുള്ള റെഡ് ബ്ലൂ ഗ്രീനിൻ്റെ മെഷർമെൻറ്റ് നിങ്ങളൊന്ന് നോക്കുക. ഇതേ ഹൈറ്റാണ്, അതായത് ഈ റെഡിൻ്റെ അതേ ഹൈറ്റാണിത്, അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ അതേ ഹൈറ്റാണ് വരുന്നത്, ഗ്രീനിൻ്റെ അതേ ഹൈറ്റാണ് ഇത് വരുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പേപ്പർ ക്രോമാറ്റോഗ്രഫി ചെയ്യുന്നത്. അതായത് സോൾവെൻ്റ് പേപ്പറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ മോർ സോലബിൾ ആയത് എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് ട്രാവൽ ആവും. ലെസ് സോലബിൾ ആയിട്ടുള്ളത് എന്താണ്, അതായത് വേഗത്തിൽ അബ്സോർബ് ചെയ്യും പെൻസിൽ ലൈനിൻ്റെ അടുത്ത് തന്നെയായിട്ട്. അതായത് ഐഡൻറ്റിക്കൽ ഡൈസൊക്കെ എന്താണ്, സെയിം ഡിസ്റ്റൻസിലും, അതായത് പേപ്പറിൻ്റെ ലെങ്ത്തിൻ്റെ സെയിം ഡിസ്റ്റൻസിൽ വേഗത്തിൽ ട്രാവൽ ചെയ്യുന്നത് കാണാം. അതായത് ഇപ്പോൾ എന്താണ്, ഇത് നോക്കുക, റെഡിൻ്റെ ഇതിൻ്റെയും ഇതിൻ്റെ എന്താണ് ഡിസ്റ്റൻസ്, ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഈ സോൾവെൻ്റ് എന്ന് പറയുന്നത് പേപ്പറിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പേപ്പറും അതുപോലെ തന്നെ മാർക്ക്, അതായത് പേപ്പർ റിമൂവ് ചെയ്തിട്ട് ആ ലൊക്കേഷൻ എന്ത് ചെയ്യുക, ആ ലൊക്കേഷൻ റിമൂവ് ദ പേപ്പർ ആൻഡ് മാർക്ക് ദ ലൊക്കേഷൻ മാർക്ക് ചെയ്യുക. അതായത് സോൾവെൻ്റ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. ബൈ കമ്പയറിങ് ഇങ്ക് സാമ്പിൾസ് വിത്ത് കളർ ഡൈസ്, അതായത് കളർ ഡൈസിൻ്റെ, അതായത് ഇങ്ക് സാമ്പിൾസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഈ ഇങ്ക് സാമ്പിളിൽ റെഡ് ബ്ലൂ ഗ്രീന് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.